ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിബ്രിയോടെ ലാബ് ഡയഗ്നോസിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മെയിനായിട്ട് വരുന്ന സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് രണ്ട് സാമ്പിൾസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റൂൾ സാമ്പിളും രണ്ടാമത്തെ റെക്ടൽ സാമ്പിൾസ്. മെയിനായിട്ട് സ്റ്റൂൾ സാമ്പിൾ നമ്മൾ എടുക്കുന്ന സ്റ്റൂൾ സാമ്പിളാണ് നമ്മൾ കോമൺലി പ്രിഫർ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അക്യൂട്ട് സ്റ്റേജ് ഓഫ് ഡിസീസസ് ആയിരിക്കും. ഇത് എടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്, അതായത് നമ്മുടെ ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വേണം സ്റ്റൂൾ സാമ്പിൾ എടുക്കാൻ. ഇനി ചില കേസ് നമുക്ക് എന്തായിരിക്കും, എപ്പോഴും നമുക്ക് സ്റ്റൂൾ സാമ്പിൾ കിട്ടണം നിർബന്ധമൊന്നുമില്ല അല്ലെ. അങ്ങനെ സ്റ്റൂൾ സാമ്പിളിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ മാത്രം നമ്മൾ എന്തിന് പ്രിഫർ ചെയ്യുക, റെക്ടൽ സ്വാബ്സിന് പ്രിഫർ ചെയ്യാം. ഈ റെക്ടൽ സ്വാബിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 0.1 to 0.2 ml ഓഫ് ഫ്ലൂയിഡ്സിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. റെക്ടൽ സ്വാബ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതായത് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ വിത്തിൻ ഫ്യൂ അവേഴ്സിനുള്ളിൽ തന്നെ വിബ്രിയോ എന്ന് പറഞ്ഞ ഓർഗാനിസം ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ സാമ്പിൾ എടുത്തു, എന്തെങ്കിലും ഡിലേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് മീഡിയ അല്ലെങ്കിൽ ഹോൾഡിംഗ് മീഡിയ വെച്ചിട്ട് നമുക്ക് ഹോൾഡിംഗ് മീഡിയയിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ സാമ്പിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാമകൃഷ്ണ VR ഫ്ലൂയിഡ്സിൻ്റെ അകത്ത് വെക്കാം, അല്ലെങ്കിൽ കാരിബ്ലെയർ മീഡിയത്തിൻ്റെ അകത്തേക്ക് വെച്ചിട്ടാണെങ്കിൽ ലോങ് ടേം പീരീഡ്സ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാബിൽ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രാൻസ്പോർട്ടഡ് നമ്മുടെ എൻറിച്ച്മെന്റ് മീഡിയത്തിൽ നമ്മൾ സാമ്പിൾ എത്തിയതിനു ശേഷം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, എൻറിച്ച്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയത്തിലേക്ക് ഇട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അല്ലെങ്കിൽ മൺസൂസ് മീഡിയം എടുക്കാം. ഇനി അതല്ല, നമുക്ക് നേരിട്ട് ഈ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ വേറെ പ്രത്യേകത ഉണ്ട്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ട്രാൻസ്പോർട്ട് ആൻഡ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് കൂടി പറയുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ട് മീഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഇട്ടിട്ട് സാമ്പിൾ വന്നാലും മതി. ഓക്കെ, പിന്നെ ചില കേസിൽ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ട് മീഡിയം അവൈലബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ എടുക്കുക. ഈ ബ്ലോട്ടിംഗ് പേപ്പറിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ സ്റ്റൂൾ സോക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ സീൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ലാബിലോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാരിബ്ലെയർ ട്രാൻസ്പോർട്ട് മീഡിയ ആണത്. സ്വാബ്സ് ഇട്ട് വെക്കുന്നതാണ്. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബിൽ എത്തിയതിനു ശേഷം നമ്മൾ മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ നോക്കും. വിബ്രിയോയുടെ റാപ്പിഡ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി വെച്ച് നോക്കുന്ന സമയത്ത് റൈസ് വാട്ടർ സ്റ്റൂൾ ആണല്ലോ അല്ലെ, നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും, നല്ല രീതിയിൽ ഡാർട്ടിംഗ് മോട്ടിലിറ്റി കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തോട്ട് നമ്മൾ 1 ഡ്രോപ്പ് ആന്റിസിറം ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ 1 ഡ്രോപ്പ് ആന്റിസിറം ആഡ് ചെയ്ത് നോക്കിയ സമയത്ത് എന്ത് കാണാൻ പറ്റും, ഈ ഒരു മോട്ടിലിറ്റിനെ ഇൻഹിബിഷൻ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ റാപ്പിഡ് ഡയഗ്നോസിസ് എന്നുള്ള രീതി പറയുന്നത്. ദെൻ കൾച്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയയിൽ ഇട്ട് വെച്ച സാമ്പിൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ലാബിൽ എത്തിയതിനു ശേഷം നമ്മൾ എൻറിച്ച്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എൻറിച്ച്മെന്റ് മീഡിയയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്യാം. ദെൻ അവിടുന്ന് ഒരു 6 to 8 അവേഴ്സിന് ശേഷം നമ്മൾ സെലക്റ്റീവ് ആൻഡ് നോൺ സെലക്റ്റീവ് മീഡിയയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്യാം. അതായത് സെലക്റ്റീവ് മീഡിയ ആയിട്ടുള്ള TCBS അല്ലെങ്കിൽ GTTA ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുക. ദെൻ നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ബൈൽസാൾട്ട് അഗാർ, മക്കോങ്കി അഗാർ ആൻഡ് ബ്ലഡ് അഗാർ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്താൽ മതി. നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് TCBS-ഉം മക്കോങ്കി അഗാറാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ചില കേസിൽ ഒന്നുകിൽ നമുക്ക് ഈ ഒരു രീതി ചെയ്യാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് സാമ്പിൾ തന്നെ നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയയിൽ ഒന്ന് ഇട്ട് വെക്കാണ്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് TCBS-ലേക്കും പിന്നെ അതുപോലെ തന്നെ മക്കിലേക്കും നമുക്ക് ഇനോക്കുലേഷൻ ചെയ്യാവുന്നതാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഓർഗാനിസത്തിന്റെ റിക്കവറി നല്ല രീതി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 to 8 അവേഴ്സിനകത്ത് എൻറിച്ച്മെന്റ് ചെയ്തതിനു ശേഷം ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ കോളനി മോർഫോളജി സ്റ്റെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മക്കോങ്കി അഗാർ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഇറ്റ്സ് എ ലേറ്റ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആയിരിക്കും. ദെൻ മൺസൂസ് മീഡിയത്തിൽ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് സെന്റഡ് കോളനീസ് ആയിരിക്കും, ഹാവിംഗ് ടെർബിഡ് ഹാലോ അറൌണ്ട് ദ കോളനീസ് ആയിരിക്കും. ദെൻ TCBS നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കോളനി ആയിരിക്കും കാണാം. അതേസമയത്ത് ബൈൽസാൾട്ട് അഗാറിൽ നോക്കുന്ന സമയത്ത് ട്രാൻസ്ലൂസന്റ് കോളനീസും കാണാൻ പറ്റും. ദെൻ നമ്മൾ ഇതിനടുത്ത് ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്രാം നെഗറ്റീവ് കോമ ഷേപ്പ് ബാസിലെ കാണാൻ പറ്റും. നമ്മൾ ഹാങ്ങിങ് ഡ്രോപ്പ് മോട്ടിലിറ്റി അല്ലെങ്കിൽ വെറ്റ് മൗണ്ട് നമ്മൾ പെർഫോം ചെയ്യലാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്തും കാണാൻ പറ്റും, ഡാർട്ടിംഗ് മോട്ടിലിറ്റിയും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗ്രാം സ്റ്റീൽ അപ്പിയറൻസ്. ഇതിന് നമുക്ക് വേറെ പേരും കൂടി പറയുന്നുണ്ട്, ഫിഷ് ഇൻ സ്ട്രീം അപ്പിയറൻസും കൂടി പറയുന്നുണ്ട് അല്ലെ. ഗ്രാം നെഗറ്റീവ് കർവ്ഡ് ബാസിലെ ആയിരിക്കും. ഇത് നമ്മുടെ TCBS-ലെ കോളനി മോർഫോളജിയാണ്. ദെൻ നെക്സ്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഈ ഒരു കോളനീസിനെ നമ്മൾ എടുക്കുന്നു, വിബ്രിയോയുടെ കോളനീസിനെ എടുത്തിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിബ്രിയോയുടെ ഓവൺ ആന്റിസിറം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഈ ഓവൺ ആന്റിസിറ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. പോസിറ്റീവ് റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും നമ്മൾ സബ് ടൈപ്സ് ചെയ്തിട്ടുണ്ട്, ഒഗാബ, ഇനാബ, ഹിക്കോജിമ എന്ന് പറഞ്ഞ സബ് ടൈപ്സ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഒഗാവയുടെയും പിന്നെ അതുപോലെ തന്നെ ഇനാബയുടെയും ആന്റിസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ സീറോ ടൈപ്പും കൂടി ചെയ്യണം. ഇതിൽ നമ്മൾ പറയുന്ന കാര്യം വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഒരു കോളനി വെച്ചാൽ പോരാ, നമ്മൾ ഒരേ പ്ലേറ്റിനകത്തുനിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മിനിമം 5 കോളനീസ് എങ്കിലും എടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സാമ്പിളിൽ തന്നെ വിബ്രിയോ കോളറേയും പിന്നെ അതുപോലെ തന്നെ നോൺ ഓവൻ വിബ്രിയോനെയും നമുക്ക് കോഎക്സിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിനിമം 5 കോളനീസ് എങ്കിലും എടുത്ത് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിബ്രിയോ കോളറേയും പിന്നെ അതുപോലെ തന്നെ നോൺ ഓവൻ വിബ്രിയോസ് മീൻസ് ഓവൻ വിബ്രിയോസും നോൺ ഓവൻ വിബ്രിയോസും ഹാവിംഗ് കോമൺ ഫ്ലജലാർ എച്ച് ആന്റിജൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്ലജലേറ്റ് ഈ ഒരു എച്ച് ആന്റിസർ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോത്ത് ഓവനും നോൺ ഓവനും എന്ത് സംഭവിക്കും, അഗ്ലൂട്ടിനേഷൻ കിട്ടും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഓവൻ ആന്റിസർ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്ലൂട്ടിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവൻ വിബ്രിയോസ് എന്നും, അതേ സമയത്ത് അഗ്ലൂട്ടിനേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു, NAG വിബ്രിയോസ്, ദാറ്റ് ഈസ് നോൺ അഗ്ലൂട്ടിനബിൾ വിബ്രിയോ എന്നാണ് പറയുന്നത്. ഈ NAG വിബ്രിയോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിസർ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ O139 ആണ്. ഈ O139 അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിസർ നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാമ്പിളിനകത്ത് നമുക്ക് വേണമെങ്കിൽ O139 ആന്റിസർ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഈ O139 അല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഇതാണ് നമ്മുടെ അഗ്ലൂട്ടിനേഷൻ പാറ്റേൺ. ലെഫ്റ്റ് സൈഡ് ഇതാണ് എന്ത് അഗ്ലൂട്ടിനേഷൻ പാറ്റേൺ ആണ്, അഗ്ലൂട്ടിനേഷൻ കിട്ടിയതാണ്. റൈറ്റ് സൈഡിൽ വിത്തൗട്ട് അഗ്ലൂട്ടിനേഷൻ ആണ് കണ്ടിട്ടുള്ളത്. ഡയഗ്നോസിസ് ഓഫ് കാരിയേഴ്സ് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്താണ്, റിപ്പീറ്റഡ് സ്റ്റൂൾ കൾച്ചേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ബാക്ടീരിയയുടെ ഷെഡിങ് ഇന്റർമീഡിയന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റൂൾ കൾച്ചേഴ്സ് പെർഫോം ചെയ്യണം. മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ട്രീറ്റ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നമ്മുടെ മാസീവ് ഫ്ലൂയിഡ് ആൻഡ് വാട്ടർ ഇലക്ട്രോലൈറ്റ്സിന്റെ ലോസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എന്ത് വേണം, ഈ ഒരു ഫ്ലൂയിഡിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ റീപ്ലേസ്മെന്റ് നടത്തണം. അതിനുശേഷം മാത്രമേ ആന്റിബയോട്ടിക് തെറാപ്പി നടക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം പേഷ്യന്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തിനെ കൊണ്ട് ഫലമുള്ളൂ, നമ്മുടെ ആന്റിബയോട്ടിക്സ് കൊണ്ട് ഫലമുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പേഷ്യന്റിന്റെ ലൈഫ് സേവ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ റീപ്ലേസ്മെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ, ഈ ഒരു ആന്റിബയോട്ടിക് തെറാപ്പിയിലേക്ക് നമ്മൾ നോക്കുന്നുള്ളൂ. അതിനുവേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂയിഡ് വോളിയംസിന്റെ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് വോളിയം ഒക്കെ നല്ല രീതിയിൽ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഹൈപ്പോവോളിയമിക് ഷോക്ക് വന്നിട്ട് ഡെത്ത് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ നോർമലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസും ഇലക്ട്രോലൈറ്റ്സും ഉള്ള ഫ്ലൂയിഡ് ആയിരിക്കും നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ORS നമ്മൾ നോർമൽ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് കണ്ടുള്ള സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവും, ദെൻ സോഡിയം സിട്രേറ്റും ഉണ്ടാവും. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ORS ലൈൻ എന്നുള്ള രീതിയിൽ. ഇനി അഥവാ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഈ ഒരു പേഷ്യന്റിന് നല്ലപോലെ കഞ്ഞിന്റെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ കൊടുത്താൽ മതി. കഞ്ഞിന്റെ വെള്ളത്തിൽ എന്തുണ്ട്, ഓൾറെഡി എന്താണ് ഗ്ലൂക്കോസിന്റെ സംഭവം ഉണ്ടാവുകയും ചെയ്യും. ദെൻ സോഡിയം ക്ലോറൈഡ് മീൻസ് ഉപ്പിടുന്ന സോഡിയം ക്ലോറൈഡ് എന്താ, സോഡിയം ക്ലോറൈഡും കിട്ടുകയും ചെയ്യും. ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ ORS കൊടുക്കാം. ഇൻ കേസ് ഓഫ് ആബ്സൻസ് ഓഫ് ORS ആണെങ്കിൽ നല്ല ചെറിയ ചൂടോട് കൂടി എന്ത് ചെയ്യുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുത്താലും മതി, ഓക്കെ ആയിക്കോളും. The glucose facilitate absorption of sodium in the small intestine and salt present in the ORT restore the electrolyte balance and reverse acidosis. Okay. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ORT എന്ന് വെച്ചാൽ ഹൈലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സിമ്പിൾ ടു യൂസ് ആണ്. പിന്നെ അത്രയും നമ്മൾ എക്സ്ട്രീം ഡീഹൈഡ്രേഷൻ ഉള്ള പേഷ്യൻസിന് ഈ ഒരു ORT നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം, നമുക്ക് ഇൻട്രാവിനസ് ഫ്ലൂയിഡ് തെറാപ്പി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അത് നമ്മൾ നോർമലി കൊടുക്കാം. അത്രയും സീരിയസ് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ORT ഇൻട്രാവിനസ് ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കൊടുക്കാറുള്ളൂ. ദെൻ ആന്റിബയോട്ടിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ്. ആദ്യം പേഷ്യന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രീറ്റ്മെന്റോട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഓറൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി നടക്കുന്നു. ദെൻ അതിനുശേഷം മാത്രമേ നമ്മൾ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ആന്റിബയോട്ടിക്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ, സിപ്രോഫ്ലോക്സാസിൻ ആൻഡ് എറിത്രോമൈസിൻ ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് കേസ് മാനേജ്മെന്റ്. അതായത് ഈ ഒരു റൈസ് വാട്ടർ സ്റ്റൂൾ കിട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ഡയഗ്നോസിസ് ആയിട്ടുള്ള ലാക്റ്റിൻ മോട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇൻഹിബിഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഓർഗാനിസം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റും ആന്റിബയോട്ടിക്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇംപ്രൂവ്ഡ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. എന്താ ചെയ്യുക, നമ്മുടെ വാട്ടർ സപ്ലൈ ഒക്കെ നല്ലപോലെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫീക്കോ നമ്മുടെ കണ്ടാമത്തെ ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡൊക്കെ വാട്ടറൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ സ്റ്റെറിലൈസ് മീൻസ് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ബോയിലൊക്കെ ചെയ്തതിന് ശേഷം കുടിപ്പിക്കുക. അതുപോലെ തന്നെ സാനിറ്റേഷൻ. ദെൻ പിന്നെന്താണ് ഇംപ്രൂവ്ഡ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് എന്ത് ചെയ്യുക, നമ്മുടെ
പേഴ്സണൽ ഹൈജീൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പൊക്കെ നല്ലപോലെ കൈയൊക്കെ കഴുകുക, ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം നല്ലപോലെ വാഷൊക്കെ ചെയ്തിട്ടൊക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു പരിധിവരെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ GI-T ഇൻഫെക്ഷൻസും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. Then next one is the vaccines. മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽഡ് കോളറ വാക്സിൻ ഉണ്ട്. ഇതാണ് നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 8,000 മില്യൺ വിബ്രിയോ കോളറ പെർ ml ആണ്. ഒരു ml അകത്ത് 8,000 മില്യൺ വിബ്രിയോ കോളറ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഇനാബ സ്ട്രെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒഗാവ സ്ട്രെയിൻ ഉണ്ടാവും. നമുക്ക് ഹിക്കോജിമ സ്ട്രെയിൻ്റെ ആവശ്യം വരുന്നില്ല. എന്താണ്, ഇനാബയോ ഒഗാവയോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹിക്കോജിമയ്ക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ്ലി ഒന്നെങ്കിൽ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർലി കൊടുക്കാം. നമ്മൾ 2 ഡോസസ് ആയിട്ടാണ് കൊടുക്കുക. ഒരു 4 വീക്സിന്റെ ഇന്റർവെല്ലിൽ 2 ഡോസസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് 3 to 6 months വരെ നമുക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബൌട്ട് 60% ഓഫ് ഇൻഫെക്ഷന് നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. മറ്റേതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആയിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും വേറൊരു വാക്സിൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് നോൺ ലിവിംഗ് ഓറൽ ബി സബ്യൂണിറ്റ് ഹോൾസെൽ വാക്സിൻ ആണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിബ്രിയോ കോളറയുടെ ഓവൺ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ഓവൺ വിബ്രിയോസും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബി സബ്യൂണിറ്റ് ഓഫ് കോളറ ടോക്സോയിഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റീകോമ്പിനന്റ് വാക്സിൻ ആണിത്. ഇതും നമ്മൾ കൊടുക്കുന്ന 2 വീക്സസ് ആണ്, അറ്റ് ഇന്റർവൽ ഓഫ് 1 week ആണ്. ഇതിന്റെ പ്രൊട്ടക്ഷൻ ഹൈലി കുറച്ചും കൂടി 85 to 95% പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ 6 months മാത്രമേ ഇതിന്റെ വാലിഡിറ്റി വരുന്നുള്ളൂ. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എല്ലാ ഏജ് ഇൻഡിവിജ്വൽസിനും കൊടുക്കാം, പക്ഷേ 2 ഡോസസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നെക്സ്റ്റ് is the ലൈവ് ഓറൽ കോളറ വാക്സിൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റുനേറ്റഡ് വാക്സിൻ ആയിരുന്നു. ലൈവ് അറ്റുനേറ്റഡ് ഓറൽ വാക്സിൻ ആണ്. ഇറ്റ് ഇസ് എ ജെനറ്റിക്കലി മോഡിഫൈഡ് വിബ്രിയോ കോളറ ഓവൺ സ്ട്രെയിൻ ആണ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിബ്രിയോ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഇമ്മ്യൂണോജനിക് ആയിരിക്കും, ഹാവിംഗ് ഹൈ പ്രൊട്ടക്റ്റീവ് റേറ്റ് ഉണ്ടാവും അഗേൻസ്റ്റ് മൈൽഡ് അല്ലെങ്കിൽ സിവിയർ അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫെക്ഷൻ ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് ക്ലാസിക്കൽ വിബ്രിയോ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് 95% പ്രൊട്ടക്ഷനും, അതേ സമയത്ത് ഈവൻ ടോറിന്റെ കേസിൽ നമ്മൾ 65% പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 months ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. ഇത്രയാണ് നമ്മുടെ വിബ്രിയോയുടെ ലാബ് ഡയഗ്നോസിസും വാക്സിനേഷൻ്റെ അകത്തും വരുന്നത്. ഓക്കെ.